ചക്ക പ്ലാവിന്മേൽ നിന്ന് ഇറക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. കയറുപയോഗിച്ച് ഞെട്ടിയിൽ കെട്ടിയിട്ട് ഇതാ വളരെ സാവകാശം ഇറക്കുകയാണ്. ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇത് ചക്ക കേടുകൂടാതെ സൂക്ഷിക്കാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചക്ക തോട്ടി കൊണ്ട് വലിച്ച് താഴേക്ക് ഇടാറാണ് പതിവ്. ഇതിങ്ങനെ വലിച്ച് താഴോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിക്കും പറ്റുകയില്ല. ഇതിന് വേണ്ടത് ഒരു കയറും അതുപോലെ തന്നെ പ്ലാവിലേക്ക് കയറാൻ അറിയുന്ന ഒരാളും വേണം. നല്ല മൂർച്ചയുള്ള കത്തിയും വേണം. ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. അതുകൊണ്ട് ചക്ക ധാരാളമായി കഴിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ചക്കകൾ സുലഭമായി ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. ചക്ക പൊരി അതേപോലെ തന്നെ ചക്ക പല വിധത്തിൽ ഉപയോഗിക്കാം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അറുതി കാലമുള്ള സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ മരുമക്കൾ വരികയാണെങ്കിൽ ചക്കയുടെ കൂട്ടാൻ, ചക്കയുടെ ചമ്മന്തി, ചക്കയുടെ ചോറ്, അങ്ങനെ ചക്കയുടെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ചക്ക ആർക്കും വേണ്ട, തൊടിയിൽ നിന്ന് ചീഞ്ഞു പോവുകയാണ്. ലുലു മാളിൽ 1 കിലോ ചക്ക കുരുവിന് 2500 രൂപയുണ്ട്. അത്രക്കും പ്രോട്ടീനാണ് ഈ സാധനം. ചക്ക കുരു ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാം. അത് ഉണങ്ങിയ മണലിൽ ഇട്ട് വെച്ചാൽ മതി. ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ചക്ക തന്നെ പല വിധത്തിലുണ്ട്. ഒന്ന് പഴഞ്ചക്ക, വരിക്കച്ചക്ക. ഇതിൽ ഏറ്റവും ടേസ്റ്റുള്ളത് പഴഞ്ചക്കയാണ്. പക്ഷേ അത് കൂടുതൽ കാലം ഈട് നിൽക്കുകയില്ല. അത് പ്ലാവിന്മേൽ നിന്ന് പഴുത്ത ചക്ക താഴത്ത് കിട്ടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊട്ടി പോകുന്നതാണ്. ഇപ്പോൾ എല്ലാവരും പ്ലാവ് നട്ടുപിടിപ്പിക്കുന്നത് വളരെ ബെഡ് ചെയ്ത ഹൈബ്രിഡ് പ്ലാവുകളാണ്. അതിൻ്റെ കാരണം ഏറ്റവും മടിയിൽ നിന്ന് ചക്ക പറിക്കാവുന്നതാണ്. നാടൻ പ്ലാവുകൾ വളരെ ഹൈറ്റ് കൂടിയവയാണ്. അതുകൊണ്ട് തന്നെ ചക്ക പറിക്കാൻ കഴിയുകയില്ല. നമ്മളിവിടെ ഇങ്ങനെ വിടുന്നതാണ് ചക്ക. ഈ ബിസിനസ്സൊക്കെ ഇറങ്ങിയിട്ട് 17 വർഷമായി. റഷീദാണിത്. പക്ഷേ ഇത് ഞങ്ങൾ കയറ്റി പോകുന്നത് തിരുപ്പൂർ, കോയമ്പത്തൂർ ഭാഗങ്ങളിലേക്കാണ്. തമിഴ്നാട്ടിലാണ് ഈ ചക്ക കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവർ കഴിക്കുന്നത് പഴുത്ത ചക്കയാണ് അവിടെ കഴിക്കുന്നത്. ഇത് നല്ല ഗുണമുള്ളൊരു ചക്കയായിട്ടാണ് ഞങ്ങൾക്കും അവർക്കും തോന്നിയത്. അതുകൊണ്ടാണ് ഇതിൽ ഈ ഏർപ്പാടിൽ ഞാൻ ബന്ധപ്പെടാൻ കാരണമായത്. അല്ലേ ആണോ? ഇപ്പോൾ നിങ്ങൾ ലുലുമാളിലൊക്കെ സംഗതിയൊക്കെ പറഞ്ഞു. ചക്ക കയറുമേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതാകുമ്പോൾ വളരെ സേഫ്റ്റി ആയിട്ട് ഇറങ്ങും. പക്ഷേ തോട്ടി ഉപയോഗിച്ച് നിങ്ങൾ ഒരിക്കലും ചക്കയുടെ നേരെ ഏറ്റവും ചുവട്ടിൽ നിന്ന് വലിക്കരുത്. കാരണം ചക്ക വീണ് കഴിഞ്ഞാൽ തലയിലേക്ക് വീണ് വളരെയധികം ഗുരുതര പരിക്കേറ്റാൻ സാധ്യതയുണ്ട്. ഇതാ മന്ദം അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഭൂമിയെ സ്പർശിക്കുകയാണ്. ഇതാ നമ്മുടെ നാട്ടിൽ പണ്ട് ചക്ക എന്ന് പറഞ്ഞത് ആർക്കും വേണ്ടായിരുന്നു. ഇപ്പോൾ ചക്ക ഒരു വിലപിടിപ്പുള്ള ഒരു മൂല്യമായി മാറിയിരിക്കുകയാണ്. ഇതങ്ങനെ ചക്ക മൂത്തത് എങ്ങനെ അറിയാം കേട്ടോ? എങ്ങനെയാണ് ഈ ചക്ക മൂത്ത് അറിയാൻ? ഇതിൻ്റെ കരൾ ഒന്ന് പരക്കും, നല്ലതുണ്ടാവും. ഇത് മൂത്ത് നല്ലൊരു സേഫ്റ്റിയിൽ നിൽക്കുന്നത്. ഈ മുള്ള് പരക്കൂലേ? മുള്ള് പരക്കും ചെയ്യും. നല്ലൊരു ചിലപ്പോൾ ചില മുള്ള് പരന്നിട്ടില്ലെങ്കിൽ നല്ല മൂപ്പായിട്ട് നിൽക്കുന്നത്. ഇതൊന്നും പക്ഷെ പരന്നില്ലല്ലോ. പക്ഷേ ഇത് പൊത്തുന്നല്ലോ. നല്ല മൂപ്പായതാണ് ഇത്. ചില ചക്കൻ്റെ അങ്ങനെ തന്നെയാണ്, പരക്കാൻ സാധ്യത ഉണ്ടാവില്ല. എല്ലാം ഒരേ മാതിരി ആവില്ലല്ലോ പ്ലാവിൻ്റെ ചക്കയും. പിന്നെ വിളഞ്ഞുമേ നോക്കല്ലോ. വിളഞ്ഞുമേ നോക്കിയാലേ നമുക്കറിയാം. നല്ല വിളഞ്ഞു കറായിട്ട് വരുന്നതാണെങ്കിൽ 30 അതിനത്. അല്ല കറായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല വെളിഞ്ഞിനായിട്ട് വരുന്നത് 30. പാല് പോലായിട്ട് വരുന്നത് വിളഞ്ഞീന് വേറെയും അതേമാതിരി വെള്ളം വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അതാണ് മൂത്തത് അല്ലേ? മൂത്തത് അത് പെട്ടെന്ന് ഇങ്ങനെ വരുന്നതായിട്ട് വെളിഞ്ഞിനായിട്ട് വരുന്നത് 30. അല്ലാത്ത അത് കറായിട്ട് വരുന്നത് വല്ലതും. ഇതിൽ ആൺപൂവും പെൺപൂവും ഉണ്ടോ? ആൺപൂവും ഇല്ലല്ലേ? ആരോ പറഞ്ഞ ആൺപൂവ് ഉള്ളത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും, പെൺപൂവാണ് ഇവിടെ നിൽക്കുന്നത് പറഞ്ഞു. ഇതാണ് മൂത്ത ചക്ക എന്ന് അറിയപ്പെടുന്നത്. ഇത് ഈ വളഞ്ഞീന് പെട്ടെന്ന് കറായിട്ട് വരുന്നത്. വിളഞ്ഞീൻ പിന്നെ സെപ്പറേറ്റും അതേമാതിരി തന്നെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വരികയാണ്. ഇതാ ഉച്ചണ കണ്ടാൽ തന്നെ നമുക്കറിയാം മൂത്ത ചക്ക വെളിഞ്ഞീനായിട്ട് വരുന്നത്. വെളഞ്ഞീൻ വേറെ വെള്ളം വേറെ. വെള്ളമായിട്ട് വരുന്ന മൂപ്പ് ഉണ്ടാവില്ല. വെളഞ്ഞീൻ മാത്രം വരികയാണെങ്കിൽ മൂപ്പ് ആയിട്ടില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഇത് വെള്ളം നമ്മൾ പൈപ്പിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം വരുന്ന മാതിരിയാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഈ ചക്ക മൂത്തതാണ്. അതാണ് ഇതിന് മനസ്സിലാക്കാനുള്ളത്.